ഗുഡ് ഈവനിങ്. ഗുഡ് ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ റിജോ? ഗുഡ് ഈവനിങ് മിസ്. വന്നേ. വലുതാവുന്നില്ല അല്ലേ? ആ, കുഴപ്പമില്ല. സൗണ്ട് കേൾക്കണില്ല അവരുടെ. ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ. ഇന്നലെ നോട്ട് എഴുതിയിരുന്നത് വായിച്ചോ നിങ്ങള്? വീട്ടിലിരുന്ന് വായിച്ചോ? ധന്യ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. എസ്റ്റർ വായിച്ചോ? എസ്റ്റർ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. വായിച്ചായിരുന്നോ? വായിച്ചു മിസ്. മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഓക്കെ. രമ്യ വായിച്ചിരുന്നോ? വായിച്ചിരുന്നു. ഓക്കെ. ഇന്ന് ആരാ പ്രേയർ? എസ്റ്റർ പ്രേയർ ചൊല്ലോ. പ്രേയർ ഏതെങ്കിലും കയ്യിലുണ്ടോ? കയ്യിലിപ്പോ ഒന്നും ഇല്ല. ഇല്ല. ആരുടെയും കയ്യിലില്ല. ഓക്കെ. നാളെ ആരാ ചെയ്യാ? എസ്റ്റർ ചെയ്യോ നാളെ? ടുമാറോ? നാളെ ചെയ്യാം മിസ്. ആ, ഓക്കെ. ധന്യ നാളെ റോൾ പ്ലേ ചെയ്യോ? ആ, ഓക്കെ. റിജോ വേറെ പോയിട്ടാ വീണ്ടും. ഒരു സെക്കൻഡേ. റിജോ ഞാൻ ഓടിക്കായിരുന്നു. മിസ്, നമ്മള് ആക്ഷൻ സോങ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ആ, അപ്പം അത് എങ്ങനെയാ? ഇംഗ്ലീഷിലുള്ള നഴ്സറി റൈംസ് അങ്ങനെ വല്ലാണോ? ആ, ഇംഗ്ലീഷിലുള്ളതാണ് കേട്ടോ. ഓക്കെ. പിടിക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ 3 to 4 ഇയേഴ്സിന്റെ ആണല്ലേ പറഞ്ഞു തുടങ്ങിയിരുന്നത്. 2-3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു, ഏതെങ്കിലും ഒരു ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, ഓക്കെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡിനെയോ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഓക്കെ. ഇപ്പോ ഫ്രൂട്ട്സിന്റെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആപ്പിള്, മാംഗോ, പൈനാപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഫ്രൂട്ട്സ് ആണെന്ന് എന്ത് ചെയ്യുന്നു? അവര് ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ഇപ്പോ വസ്ത്രങ്ങള്, ഇപ്പോ എന്താ പറയാ, പോയിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മുടെ സ്ക്രീനിൽ പോയിണ്ട്, കാണുന്നില്ലേ? സ്ക്രീൻ പോയോ? ഓക്കെ. നിങ്ങൾ എഴുതിയെടുത്തിട്ടില്ലേ ഇത്? കുഴപ്പമില്ല, പറഞ്ഞു കൊടുത്തോളാം. പ്രശ്നമില്ല. പോയിന്ന് സാറില്ല, മറ്റേത് തന്നെ എടുത്തിട്ട് വന്നി. ഞാൻ പറയുമ്പോ എടുത്തിട്ടാ, ഇപ്പൊ വേണ്ട. അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ശരിയാവുന്നില്ല, സ്ക്രീനെ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. ഇതിപ്പോ ഇന്നലെ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ആ, ഓക്കെ. അപ്പോ പറഞ്ഞു, എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ എന്താണ് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ എന്താണ് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് അത് ശ്രമിക്കുന്നുണ്ട്. പിന്നെ
കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കുന്നു. അതായത് ഇപ്പോ പച്ച അല്ലെങ്കിൽ ഗ്രീൻ, റെഡ്, യെല്ലോ അങ്ങനെയുള്ള, പിന്നെ ബ്ലാക്ക്, അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടല്ലോ, പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവര് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, തിരിച്ചറിയാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രായമാണത് ഈ ഒരു 3 to 4 years വരുന്നത്. പിന്നെ ചില സൗണ്ട്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അവിടെ പറയുന്നുണ്ട്, ചില സൗണ്ട്സുകൾ പറയുന്നില്ല ഇവിടെ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ? അതായത് ഇൽ, ഇർ, അതുപോലെ ച്, വ്, വൈ, ഴ, ത് അങ്ങനെയുള്ള സൗണ്ടുകൾ എന്ത് ചെയ്യാണ്, കുട്ടി പറയാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രായമാണെന്ത് ഈ ഒരു വയസ്സെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് കുട്ടിക്ക് വഴങ്ങാത്ത, കുട്ടിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സൗണ്ട്സുകളാണ് ഈ പറയുന്ന ആ ഒരു നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. എല്ല് ആർന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന സൗണ്ട്സ് അതാണ്. അപ്പൊ അത് കുട്ടി എന്ത് ചെയ്യാണ്, പ്രൊനൗൺസിയേഷൻ അത് ഉച്ചരിക്കാനായിട്ട് കുട്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയുന്ന ഒരു കാര്യം, 7 അല്ലെങ്കിൽ 8 വയസ്സ് വരെ ഈ ശബ്ദങ്ങൾ കുട്ടി പറയുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം എന്നില്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെയുള്ള ഇല്ല്, ഇഴ, റ് അങ്ങനെയുള്ള ശബ്ദങ്ങൾ അവർ പറയുമ്പോൾ, അത് ഒറ്റയ്ക്കായിട്ട് പറയുമ്പോൾ എന്താണ്, അവര് നാവ് ചിലപ്പോ എന്താണ് അത് വഴങ്ങി എന്ന് വരില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 7 അല്ലെങ്കിൽ 8 വയസ്സ് വരെ ഈ സൗണ്ട്സ് പറയാനായിട്ട് അവർക്ക് ഫുള്ളായിട്ട് എന്തുണ്ടാവില്ല, ഫുള്ളൊരു ഇത് വന്നിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി ചില വേർഡുകൾ പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ, അതുപോലെ മിഡില്, അതുപോലെ എൻഡ് അങ്ങനെയുള്ള ലെറ്റേഴ്സ് അവർക്ക് കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ ഒരു വേർഡ് അവർ പറയാണ്, കട്ടിയുള്ള എന്തെങ്കിലും ഭയങ്കര ഹാർഡായിട്ടുള്ള വേർഡ് പറയുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് എന്ത് ചെയ്യും, മിഡിലോ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമോ പറയും. അല്ലെങ്കിൽ ചിലതിൽ എന്താണ് ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും പറയും. അങ്ങനെ എന്താണ് ഒരു വേർഡിനെ കംപ്ലീറ്റ് ചെയ്യാത്ത തരത്തിൽ എന്താണ് അവര് പറയുന്ന ഒരു പ്രായമാണത് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു പ്രായത്തിന്റെ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, സ്ട്രേഞ്ചേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആരെങ്കിലും ഒക്കെ വീട്ടിലൊക്കെ കുട്ടിയുടെ അടുത്ത് വരുമ്പോൾ കുട്ടി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയോടത്ത് പറയുമ്പോൾ അങ്ങനെ സ്ട്രേഞ്ചേഴ്സിന് കുട്ടിയുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നമ്മള് ഈ ഒരു നേരത്തെ 2 to 3 years വരെ, പക്ഷെ 3 to 4 years ആകുമ്പോൾ പുറത്തുള്ള ആളുകൾക്ക്, അതായത് സ്ട്രേഞ്ചേഴ്സിന് കുട്ടി പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. കുട്ടി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ അംഗൻവാടി പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ എന്താണ് ഈ ഒരു ഏജിൽ വരുമല്ലോ. ഓക്കെ, അവരത് പോകാനായിട്ട് തുടങ്ങുന്ന, അംഗൻവാടിയിലൊക്കെ പോകുന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആരോടാ പറയാ, ഒന്നില്ലെങ്കിൽ ടീച്ചറോട് പറയും, അല്ലെങ്കിൽ ആയനോട് പറയും, അല്ലെ. അപ്പൊ അവർക്കും ഇപ്പൊ അവർക്ക് എന്താണ് യൂറിൻ പാസ് ചെയ്യാൻ പോകണം എന്ന് അവര് ആയനോടോ അല്ലെങ്കിൽ ടീച്ചറോടോ പറയുമ്പോൾ ടീച്ചർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ കുട്ടി പറയുന്ന കാര്യങ്ങൾ എന്താണ് വീട്ടിലുള്ളവർക്കല്ലാതെ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമാണത് ഈ ഒരു 3 to 4 years എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർക്ക്, അതുപോലെ തന്നെ കാറ് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗങ്ങൾ വിവരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളിൽ കണ്ടാൽ അറിയാം, ഞാൻ പറഞ്ഞു ചില കാര്യങ്ങളോട് കുട്ടിക്ക് എന്താണ് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ കൗതുകം തോന്നുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെ. ഈ ഒരു സമയത്ത് അവരിപ്പോ ഒരു വലിയൊരു വസ്തുക്കളെ കാണിച്ചു കൊടുത്താലും എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ആനയെ കാണിച്ചു കൊടുത്തു, എലിഫന്റിനെ കാണിച്ചു കൊടുത്താല് ആ എലിഫന്റ് എന്നുള്ളത് എന്താണെന്ന് വിവരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ഇപ്പൊ എലിഫന്റിനെ കുറിച്ച് പറയാനായിട്ട് കുട്ടിയോട് പറഞ്ഞാല് എലിഫന്റ് ബ്ലാക്ക് കളറാണ്, വലിയൊരു ജീവിയാണ്. അതുപോലെ തന്നെ ഉത്സവത്തിന് അല്ലെ, ഉത്സവപ്പറമ്പിലാണ് കൂടുതലായിട്ട് ആനയെ കാണുന്നത്. അതുപോലെ തന്നെ വലിയ എന്താണ് കൊമ്പുകളുണ്ട്, വലിയൊരു തുമ്പിക്കൈ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ത് പറ്റും, കുട്ടിക്ക് സാധിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ ചിലത് പിന്നെ ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടില് ഒരു കാറ് അല്ലെങ്കിൽ ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ കാറാണ്, ആൺകുട്ടികൾക്കാകുമ്പോൾ കാറാണ് കൂടുതലായിട്ടും. കാറിനെ കുറിച്ചിട്ട് പറയാനായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെയിലി കാണുന്ന ഒരു കാറാണ്, ആ കാറിനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞാൽ കുട്ടി അതിനെ കുറിച്ച് വിവരിക്കും. എന്താണ്, ആ കാറിന്റെ കളർ നീല കളറാണ്, ആ കാർ എന്റെ അപ്പയുടേതാണ്, ആ കാറിന് നല്ല സ്പീഡാണ്. ഓക്കെ, എല്ലാ കാറുകളെയും വെട്ടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിനോടും മത്സരിക്കാൻ പറ്റിയ ഒരു കാറാണ്, ആ കാറാണ് ഏറ്റവും നല്ല കാറ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും
കുട്ടി വർണ്ണിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോ അത് തന്നെ നേരെ പറയാൻ നമുക്കിപ്പോ എന്താ ബൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല വലിയ ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബൈക്കിനെ കുറിച്ച് പറഞ്ഞാൽ കുട്ടി പറയാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ പെൺകുട്ടികളിത് കുറച്ച് ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ആൺകുട്ടികളുടെ കേസ് പറയുമ്പോഴാണ് കാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പെൺകുട്ടികളിലാവുമ്പോൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരും. അവർക്ക് അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അട്രാക്ഷൻ തോന്നുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളോടാണ്. ആൺകുട്ടികൾക്ക് സ്പോർട്സ് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് വണ്ടികളോടും അങ്ങനെയുള്ള അതിനോടൊക്കെ ആയിരിക്കും താല്പര്യം വരുന്നത്. എന്നാൽ പെൺകുട്ടികൾക്ക് എന്താണ് പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ആക്സസറീസ്, ആഭരണങ്ങൾ, വള, മാല, പൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം തോന്നുന്നത്. അപ്പൊ അവരോട് ഇപ്പൊ പറയാണ് എന്തെങ്കിലും ഇപ്പൊ ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിച്ച് എക്സ്പ്രസ്, അതായത് ആക്ഷൻ കാണിക്കാനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? അത് പെട്ടെന്ന് ചെയ്യും. അതിനെക്കുറിച്ച് അവര് വിവരിക്കും. അപ്പൊ കുട്ടികളിൽ തന്നെ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് എന്തിനോടാണോ കൂടുതലായിട്ട് താല്പര്യം തോന്നുന്നത് അതിനെ കുറിച്ചിട്ട് വർണ്ണിക്കാനായിട്ട് അവര് ശ്രമിക്കും കേട്ടോ. ഒരു ഡിസ്ക്രിപ്ഷൻ തരാനായിട്ട് അവര് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഈ ഒരു 3 to 4 years എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് മിസ്. ഓക്കെ, നിങ്ങളുടെ വീട്ടില് അങ്ങനെ ഉണ്ടോ? കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വാഹനം അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിച്ചിട്ട് അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നടത്തിയിട്ടുണ്ടോ അതിനെ കുറിച്ച്? എസ്റ്റർ ഉണ്ടോ? ചില സമയത്ത് മിസ്. എന്തിനെ കുറിച്ചിട്ടാണ്? കൂടുതലും കാറിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കും. അതിന്റെ കളറ്, ഷേപ്പ്, ടയറിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ? ഓക്കെ. ധന്യ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ തന്നെ മിസ്, ഇതുപോലെ തന്നെ എന്തെങ്കിലും കൈ കിട്ടി അതിനെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കളറ് കാര്യങ്ങള്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആൺകുട്ടികളില് കണ്ടുവരുന്ന ഒരു ഇതാണ് JCB എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. JCB അത് അവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നുന്ന ഒന്നാണ്. എന്തോ JCB എന്ന് പറഞ്ഞാൽ എന്താ വലിയൊരു സംഭവം എന്നാ അവര് വിചാരിക്കുന്നത് മിക്ക ആൺകുട്ടികളും കേട്ടോ. അതായത് ആ ഈ ഒരു പ്രായത്തിൽ വരുന്ന ആൺകുട്ടികൾക്കൊക്കെ എന്താണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ഒരു ഇതിനോട് ഭയങ്കരമായിട്ടൊരു താല്പര്യം തോന്നും. പിന്നെ അവര് ഇതുപോലെ ഇപ്പൊ പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലോ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ ആൺകുട്ടികൾ മേടിക്കാൻ ശ്രമിക്കുന്ന ഒരു ടോയ് എന്ന് പറയുന്നത് JCB ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വലിയ വലിയ എന്തോ ഒരു സംഭവമാണ്. കാരണം നമ്മള് ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ, അതായത് ഈ ഒരു മണ്ണും മറ്റും അതൊക്കെ മാന്താനുള്ള സംഭവം വരുന്നേ. അപ്പൊ ഇത് വരുമ്പോ തന്നെ നമ്മളാണ് ഇവരെ കൊണ്ട് കാണിക്കുന്നത് അല്ലെ? ഇതിങ്ങനെ അതൊരു സാധനം വന്നിട്ടുണ്ടത് അങ്ങനെ നമ്മൾ അവരെ കൊണ്ട് കാണിക്കും ജസ്റ്റ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിനെ കാണുമ്പോ എന്താണ് എന്തോ ഒരു വലിയ സംഭവമാണ്. കാരണം ഡെയിലി കാണുന്നവരൊന്നല്ല, വല്ലപ്പോഴും കാണാൻ പറ്റുന്നവരൊന്നാണ് ഇതെന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനത്തിന് ഇത്രയും അധികം സ്പെഷ്യാലിറ്റി വരുന്നത് കേട്ടോ ആൺകുട്ടികളിൽ. ഓക്കെ, അപ്പോ അതും എന്താണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ JCB ആയാലും ആനയെ കുറിച്ചിട്ടായാലും ഒക്കെ എന്താണ് വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും ഒക്കെ ശ്രമിക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലാംഗ്വേജിലൂടെ എന്താണ് അവര് എന്താ പറയാ കുറച്ച് എന്താ പറയാ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ലാംഗ്വേജിലൂടെ ശ്രമിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഒരു മീഡിയം ആക്കി അവര് പറയുന്ന കാര്യങ്ങള് കൂടുതൽ അവർക്ക് എന്താണോ ആവശ്യം അതെന്ത് ചെയ്യുന്നു അവര് ഒരു ആശയമായിട്ട് എടുത്തിട്ട് അതവര് പ്രകടിപ്പിക്കാനായിട്ട് നോക്കും. ഓക്കെ, നമ്മളോട് അത് പറയാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ എനിക്ക് ഇന്ന സാധനം വേണം, എന്തിനു വേണ്ടിയിട്ടാണ് അതെനിക്ക് വേണ്ടിക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടിക്ക് ഒരു ആൺകുട്ടിക്ക് ഒരു ടോയ് വേണം എന്ന് വിചാരിക്കുക. അപ്പൊ ടോയ് വേണം എന്ന് പറയുമ്പോ അമ്മയോട് എന്ന് പറയാണ് എനിക്കത് വേണം, എനിക്കത് മേടിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് അവനെ കാണിക്കാനുണ്ട്, കൂട്ടുകാരനെ കാണിക്കാനുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണിക്കാനുണ്ട്, എന്റേത് അവനേക്കാളും നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ആശയങ്ങൾ നമ്മളോട് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കൂടുതലും ആക്ഷൻസും അതുപോലെ ഈ ലാംഗ്വേജിലൂടെ എന്ത് ചെയ്യാണ്
നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെയാണ് പോയംസ് എൻജോയ് ചെയ്യരുത് കേട്ടോ. കവിതകള് ഇപ്പൊ നമ്മള് കൊച്ചു ടിവിയിലും അതുപോലെ തന്നെ മൊബൈലിലും ഒക്കെ എന്താണ് ധാരാളം കവിതകൾ പോയംസ് ഒക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർ എൻജോയ് ചെയ്യും. അത് കേട്ടിട്ട് ചിലപ്പോൾ എന്താണ് അതിനനുസരിച്ച് അവർ ഡാൻസ് ചെയ്യും. ഓക്കെ, ചില കുട്ടികളുടെ പ്രത്യേകതയാണത്. ചില കുഞ്ഞുങ്ങളെ ചെയ്യുള്ളൂ, ചില കുഞ്ഞുങ്ങൾ വേറെ ടൈപ്പ് ആയിരിക്കും കേട്ടോ. പല കുഞ്ഞുങ്ങളും പല ടൈപ്പാണ്. ചിലവർക്ക് ഇതിനോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പാട്ടിനോടും ഡാൻസിനോടൊക്കെ. കുറച്ച് പിള്ളേരെ തന്നെ ഇൻട്രോവേർട്ട് ആയിരിക്കുള്ളൂ. ചിലവർക്ക് ഡ്രോയിങ്ങിനോട് അല്ലെങ്കിൽ എന്താണ് പെയിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കും താല്പര്യം. മറ്റു ചിലർക്ക് പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളോടായിരിക്കും താല്പര്യം വരുന്നത്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ മൊബൈലിലോ അല്ലെങ്കിൽ എന്താ പറയാ ഇതിനകത്തോ ടിവിയിലോ ഒക്കെ ഇങ്ങനെയുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യാന്ന് എൻജോയ് ചെയ്യുന്ന കേട്ടോ. ചിലപ്പോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവര് ഡാൻസ് ചെയ്യും, സ്റ്റെപ്പ് വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ലാംഗ്വേജ് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, നമ്മുടെ ലാംഗ്വേജ് എന്താണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളെന്നൊക്കെ എന്താണ് തിരിച്ചറിയാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, തലയിൽ ആനയാണോ, അങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ഒരു വേർഡ്, അതായത് അവർക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലായിട്ട് അവര് തിരിച്ചു ചോദിക്കുന്നതാണത്. അതിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവര് നമ്മളോട് തന്നെ മറു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യമാണ് ആ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാ, അവന്റെ അല്ലെങ്കിൽ അവളുടെ ഒരു എന്താ പറയാ അതായത് ഈ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ ഒരു സ്റ്റേജ് വരെ, അതായത് ഇത്ര ഒരു വയസ്സ് വരെ എന്റെ എന്നുള്ള ഒരു വിചാരമായിരുന്നു കുട്ടിക്ക് വന്നിരുന്നത്. എന്റെ ടോയ് ആണ്, അല്ലെങ്കിൽ എന്റെ കാറാണ്, എന്റെ മിഠായി ആണ്, എന്റെ വീടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രായമാകുമ്പോ എന്താണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ആണ്, അല്ലെങ്കിൽ ഇതെന്റെ ചേച്ചിയുടേതാണ്, അല്ലെങ്കിൽ ഇതെന്റെ ചേട്ടന്റേതാണ്, അങ്ങനെയുള്ള തോട്ടുകളും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് വരുന്ന ഒരു ഏജ് ആണ് കേട്ടോ. പരസ്പരം ക്ലാഷസ് ഉണ്ടാവും ഈ ഏജിൽ കേട്ടോ. ഇപ്പൊ മൂത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരു ടോയിന് ഇപ്പൊ ചേട്ടന്റെ ടോയ് ആണെന്ന് വിചാരിക്കുക, ചേട്ടന്റെ ടോയ് ഈ കുട്ടി എടുത്തു, ഇളയ കുട്ടി ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി എടുത്തു വിചാരിക്കാം, അവര് തമ്മിൽ എന്താണ് ക്ലാഷ് ഉണ്ടാകും. ഓക്കെ, കുട്ടി എന്താണ് ഇളയ കുട്ടിയാകുമ്പോ എന്താണ് കുറച്ച് വാത്സല്യവും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിരിക്കുമല്ലോ, വാശി ഉണ്ടാവും കൂടുതല്. അപ്പൊ എന്താണ് കുട്ടി വാശി പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ ഒരു ബോധ്യം, ഇത് ഇവന്റെ ആണെന്നുള്ളൊരു ബോധ്യമുണ്ട്, പക്ഷെ കുട്ടിക്ക് അത് വേണം എന്നുള്ളൊരു വാശി ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ബോധ്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയുടെ എന്താണ് മൈൻഡിൽ വരികയാണ്. ഇത് അവന്റെയാണ് അല്ലെങ്കിൽ അവളുടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഈ ഒരു 3 to 4 years എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ING ഫോമിൽ അവസാനിക്കുന്ന വെർബുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ING, അതായത് ING ഫോം വരുന്നത് എപ്പോഴാണ്, എപ്പോഴും വെർബ് കണ്ടിന്യൂസ് ആയിട്ടാണ് അല്ലെ. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ING ഫോം ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ വാക്കിംഗ്, ടോക്കിംഗ്, അതായത് നമ്മൾ എന്ത് പ്രവൃത്തിയാണ്, എന്ത് ഇതാണ് ആക്ഷൻ ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ടീച്ചിങ് ആണ് അല്ലെ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ING ഫോം ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോ ING ഫോമുകൾ വെച്ചുകൊണ്ട്, അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ വെർബിനോട് ING ഫോം ചേർക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ING ഫോം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ക്രിയ, അങ്ങനെയുള്ള വെർബുകള് കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ സംസാരിക്കുക അല്ലെങ്കിൽ നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി നമ്മളോട് പറയുന്നു. ഇപ്പൊ എന്താണ് ചേച്ചി സംസാരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു ഏജിലുള്ള കുട്ടിയാണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വന്നു, അമ്മയോ അച്ഛനോ അന്വേഷിച്ചു കഴിഞ്ഞാല് കുട്ടിക്ക് സ്വയം പറയും, കുട്ടി അച്ഛൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അമ്മ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ING ഫോം വെച്ചുള്ള ക്രിയകള് അഥവാ വെർബുകള് കുട്ടി യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണിത് കേട്ടോ. ഓക്കെ, ഇനി കുട്ടിനോട് ചോദിക്കുകയാണ്, വിശക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ക്വസ്റ്റ്യൻ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാല് അതിന് കുട്ടി ആൻസർ ചെയ്യുന്നു. ഇപ്പൊ നമ്മള് കുട്ടിയോട്, ഈ ഒരു ഏജിലുള്ള കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, വിശക്കുമ്പോൾ കുഞ്ഞെ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാല് കുട്ടി പറയും,
വിശക്കുമ്പോൾ ഞാൻ അമ്മനോട് പോയിട്ട് ഭക്ഷണം വാങ്ങിക്കും, എന്നിട്ട് ഞാൻ തിന്നും എന്ന് കുട്ടി പറയാൻ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടി അതിന് ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, പിന്നീടുള്ളതാണ് വാക്യങ്ങള് ആവർത്തിക്കുന്നു. നമ്മൾ, അതായത് കുട്ടിയോട് നമ്മൾ പറയുന്ന വേർഡ്സുകള് അല്ലെങ്കിൽ കുട്ടി ഡെയിലി ഉപയോഗിക്കുന്ന വേർഡ്സുകള് എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ. റിപ്പീറ്റേഷൻ വരുന്നുണ്ട് കേട്ടോ അവിടെ. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളാണെങ്കിലും കുട്ടി ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും എന്താണ്, അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, കുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ വാക്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ്. ഉസൈലൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ചിട്ട്? ഈ ഒരു ഏജില് ഇത്രയും കാര്യങ്ങളാണോ ഉള്ളത്? എന്റെ മക്കളൊക്കെ ഇപ്പം വലുതായി. ചെറിയൊരു പ്രായത്തിലുള്ള ഓർമ്മ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഏറെക്കുറെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? ആ ഉണ്ടായിരുന്നു. Okay. രാഖിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അഡീഷണൽ ആയിട്ട്? ഇതൊക്കെ തന്നെ മിസ്സേ. എന്താ? ഇതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ അല്ലേ. ഇപ്പൊ അലീനയെന്നാണ് അത് വരാറില്ലേ? അലീനയോ എന്തായിരുന്നു അതിന്റെ പേര്? ആ മാം അലീന. ഇപ്പൊ കേറാറില്ല കൊറേ ആയിട്ട്. എന്ത് പറ്റിയതിന്? അന്വേഷിച്ചില്ലേ നിങ്ങള്? അറിയില്ല മിസ്സേ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒന്നുമില്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമില്ലേ? മിസ് ഞങ്ങൾക്ക് പക്ഷെ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ ആരും മനസ്സിലാവില്ല. അറിയില്ല. നിങ്ങള് ഇതുവരെ പരസ്പരം പരിചയപ്പെട്ടിട്ടില്ലേ? ഇല്ല മിസ്സേ. ഇല്ല. ഇല്ല. അപ്പൊ ഞാനീ വിളിക്കുമ്പോ മാത്രമാണോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പേര് കേൾക്കുന്നേ? ആ അതെ അതെ, നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ. അതെന്തുകൊണ്ട്? അത് നടക്കും. അത് നിങ്ങൾ ശ്രമിക്കാനായിട്ടാണ്. ഓരോ ബാച്ചിലെയും കുട്ടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങളും അത് തന്നെ ആവർത്തിക്കണം. അപ്പൊ ഗ്രൂപ്പ് നിങ്ങൾ എന്ന് ക്രിയേറ്റ് ചെയ്തു? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1.5 ആഴ്ചയായി, ഒരാഴ്ചക്ക് മേലായി. പക്ഷെ ഗ്രൂപ്പിൽ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഫോട്ടോ, രണ്ടുപേരുടെ എങ്ങാണ്ട് ഫോട്ടോയേ ഉള്ളൂ പ്രൊഫൈൽ പിക്ചർ. പിന്നെ ആരാ എന്താ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഏത് നമ്പറിൽ വിളിച്ചാലാ കിട്ടുക, ആരാ ഒന്നും അറിയത്തില്ല. അതാ വിളിക്കാത്തത്. എസ്റ്ററിന്റെ വീട് എവിടെയാ? എസ്റ്റർ എന്റെ വീട് കോട്ടയം മിസ്. ഇന്നാള് പറഞ്ഞതായിരുന്നു അല്ലേ? കോട്ടയം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങള് ഇനി ഈ ഒരു ക്ലാസ് കഴിയുന്ന സമയത്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടോ. പിന്നെ വേറെ ആരോ ഉണ്ടായിരുന്നല്ലോ, 8 പേരെന്തോ കയറുമായിരുന്നു തോന്നുന്നു അല്ലേ? വേറെ ആരായിരുന്നു? അലീനയെ കൂടാതെ അറിയാമോ? ഈ ബാച്ചിൽ എത്ര പേരുണ്ട് മിസ്സേ? ഈ ബാച്ചിൽ എനിക്ക് തോന്നുന്നു 20 പേരാണ് തോന്നുന്നത്. 10 അല്ലെങ്കിൽ 8 അങ്ങനെയായിരുന്നു ആദ്യം കയറിയിരുന്നേ. ഇപ്പൊ പിന്നെ നിങ്ങളെ മാത്രമേ കയറുന്നുള്ളൂ, വേറെ ആരും അങ്ങനെ കയറുന്നില്ല. ഒരാളെ ഞാൻ വിളിച്ചിരുന്നു, ഫാത്തിമ എന്ന് പറഞ്ഞു. എന്ത് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചേ. ഞാനൊന്നിങ്ങനെ ചെയ്തില്ലേ, അസൈൻമെന്റ് ഒന്നും കുറെ ക്ലാസ് മിസ്സായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ വാട്സാപ്പിൽ അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഇന്നലെ ക്ലാസ് ഉണ്ടായിനോന്ന്. ഇന്ന് കയറിനോന്ന് അറിയാല. ഇല്ല, ഇന്ന് കേറിയിട്ടില്ല. ഫാത്തിമ ആദ്യം കേറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ? ഇത് തന്നെയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നേ ഈ ഒരു കോഴ്സ്? വേറൊന്നും ചെയ്യുന്നില്ലല്ലോ? അഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടാരെങ്കിലും? ഇല്ല, ചെയ്യുന്നില്ല. ആരും ഞാൻ ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട് മിസ്സേ. എന്താ ചെയ്യുന്ന രാഖി? ഞാൻ GSTയുടെ ഓഫീസിലാ. ഇന്റേൺഷിപ്പാ. ഡിഗ്രി കഴിഞ്ഞിട്ട് കയറിയതാ. അതെ, ഡിഗ്രി കഴിഞ്ഞിട്ട് കയറിയതാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി, കോട്ടയം കാഞ്ഞിരപ്പള്ളി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഏത് ഏജാ വരുന്നേ? നമ്മുടെ ഏതാ വരുന്ന ഏജ്? 6 to 6 years. 4 to 5 ആണ്. ഇപ്പൊ നമ്മൾ ഏതാ ഏജ് പറഞ്ഞേ? 3 to 4. 4 to 5.
ഇനി വരുന്നത് 4 to 5 ആണ് കേട്ടോ. അപ്പൊ ഒന്ന് അത് നോട്ട് ചെയ്യാം കേട്ടോ, എന്നിട്ട് ഞാൻ പറയാം. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ, പറയട്ടെ. ഓക്കെ 4 to 5 years എന്ന് കൊടുക്കാം കേട്ടോ. Understands spatial concepts. Understand spatial, SPATIAL. Spatial concepts such as ഫസ്റ്റ് 4 to 5 years എഴുതണോ സൈഡിൽ? സൈഡിൽ 4 to 5 years എന്ന് എഴുതണം കേട്ടോ, നല്ല മനസ്സിലാവുള്ളൂ. Understands spatial, SPTIAL concepts such as behind or next to. Behind or next to. മിസ് TWO ആണോ 2? TO ആണ് കേട്ടോ, നെക്സ്റ്റ് ടു, അടുത്തത് എന്നുള്ള അർത്ഥത്തിൽ വരില്ലേ നമ്മള്. NEXT ടു, TO, നെക്സ്റ്റ് ടു. അടുത്ത സെന്റൻസ് എഴുതാം കേട്ടോ. അണ്ടർസ്റ്റാൻഡ്സ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ്. Understands complex questions. Understand complex questions. Next one, speech is understandable. Speech is understandable. Comma, but makes mistakes. But makes mistakes. Pronouncing long. Pronouncing long. Comma, difficult. Comma, difficult. Comma or complex words. Comma or complex words. Such as hippopotamus. Hippopotamus. Okay, എഴുതിയോ? എഴുതിയോ? ഇനി നെക്സ്റ്റ് സെന്റൻസ് കേട്ടോ. യൂസസ് സം ഇറഗുലർ പാസ്റ്റ് ടെൻസ്. യൂസസ് സം irregular past tense. Irregular past tense verbs. Verbs, VERBS. Comma, such as ran or fell. Ran or Fell. ഒന്നുകൂടെ
ഒന്നുകൂടി പറയാം. uses some irregular past tense, uses some irregular past tense verbs, comma, such as ran, R-A-N, ran, ഓടുക, or fell, F-E-L-L, വീഴുക, ആ അർത്ഥത്തിൽ കേട്ടോ. വീണു അല്ലെങ്കിൽ ഓടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ran or fell. Okay, next sentence കേട്ടോ. describes how to do things, comma, such as painting a picture, next list item. ഒന്നുകൂടി പറയണോ? അമ്മേനെ മറ്റേ പെൻ കൊടുത്തു. ആ വേറെ പുതിയ പെന്നാ നല്ല മൊഞ്ഞുള്ളത്. എഴുതിയോ? അതിന്റെ ടോപ്പ് താഴെ കണ്ടില്ലേ, അതിന്റെ മൂടി. ധന്യ മ്യൂട്ട് ചെയ്യോ? എല്ലാവരും എഴുതിയോ? അടുത്തത് പറഞ്ഞോട്ടെ, നെക്സ്റ്റ് പറയട്ടെ. യെസ് മിസ്. ഓക്കെ. ലിസ്റ്റ് ഐറ്റംസ് ദാറ്റ് ബിലോങ് ഇൻ എ category such as animals or vehicles, Next, answers by questions. Answers Why questions. WHY. Why. എന്തുകൊണ്ട്. Why questions. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടോ കഴിഞ്ഞു. ഇത് എല്ലാരും എഴുതിയോ? ഒന്നുകൂടി വായിക്കണോ? ഒന്നുകൂടി വായിക്കണോ? ഒന്നുകൂടി ഫസ്റ്റ് പോയിന്റ്, understands spatial concepts such as behind or next to. Next one, understands complex questions. Next, speech is understandable but makes mistake pronouncing. അത് ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു. Pronouncing long, difficult or complex words such as hippopotamus. And next, uses some irregular past tense verbs such as ran or fell. ലോങ് ഡിഫിക്കൽട്ട് എന്നായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരോ? ലോങ് ഡിഫിക്കൽട്ട് ഒന്നുകൂടി പറയണോ അല്ലേ? Speech is understandable but makes mistakes pronouncing long, difficult or complex words such as hippopotamus.
Next, uses some irregular past tense verbs such as ran or fell. Uses some irregular past tense verbs such as ran or fell. Next, describes how to do things such as painting a picture. And next one, list items that belong in a category such as animals or vehicles. And last one, answers why questions. Okay. എല്ലാവർക്കും കിട്ടിയിട്ടില്ല എഴുതാനായിട്ട്? ഓക്കെ, അപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട് അല്ലെ, അണ്ടർസ്റ്റാൻഡബിൾ സ്പാച്ചൽ കൺസെപ്റ്റ് സച്ച് ആസ് ബിഹൈൻഡ് ഓർ നെക്സ്റ്റ് ടു. അതായത് പിന്നിൽ അല്ലെങ്കിൽ അടുത്തത് പോലുള്ള സ്പെഷ്യൽ, അതായത് ഇങ്ങനെയുള്ള ആശയങ്ങൾ കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. അതായത് ഇപ്പോ എന്റെ പിന്നിൽ ഒരു പൂച്ച നിൽപ്പുണ്ട്, അല്ലെങ്കിൽ എന്റെ പിന്നിൽ അമ്മയുണ്ട്, അല്ലെങ്കിൽ അടുത്തത് ഇന്നതാണ്. ഇപ്പോ എനിക്ക് അടുത്തത് മിഠായി വേണം, അതിനടുത്തത് കളിപ്പാട്ടം വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെയുള്ള ആശയങ്ങള് കുട്ടി പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ പറയാനായിട്ട് തുടങ്ങുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു പ്രായത്തിലാണ് കേട്ടോ. ഓക്കെ, പിന്നിൽ അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പോലുള്ള, ബിഹൈൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് പോലുള്ള ആശയങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. നെക്സ്റ്റ്, കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ എന്തെങ്കിലും കുട്ടിയോട് കോംപ്ലക്സ്, അതായത് കുറച്ചും കൂടി എന്താണ് പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് കുട്ടിക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഈ പ്രായത്തിൽ പറ്റും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ കുട്ടി പറയുന്ന കാര്യങ്ങള് ഇപ്പോ എന്താ പറയാ, അത് ഡിഫിക്കൽട്ട് ആകാം, അല്ലെങ്കിൽ എന്താ ഇപ്പൊ വലിയ നമ്മള് കുട്ടീനോട് കൊടുക്കുന്ന കാര്യങ്ങൾ ചിലത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവാം, അതുപോലെ ലോങ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാകാം, കോംപ്ലക്സ് വേർഡ്സ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടിക്ക് മനസ്സിലാവുകയും കുട്ടി അത് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹിപ്പോപ്പൊട്ടാമസ്. ഓക്കെ, ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ, ഒരു വേർഡാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി പറയാനായിട്ട് കുട്ടിക്ക് പറ്റുന്ന ഒരു പ്രായമാണെന്ത് ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് കുട്ടി പറയുമ്പോൾ ചില തെറ്റുകൾ അതിനകത്ത് വരും. പൂർണ്ണമായിട്ട് എന്താണ്, ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്ന പോലെ നല്ല രീതിയിൽ കുട്ടിക്ക് പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല, തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ലോങ് ആയിട്ടുള്ള വാക്കുകൾ കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ്, ഇപ്പോ ഫെൽ ഓർ റാൻ അല്ലെ, ഓടി അല്ലെങ്കിൽ വീണു എന്നാണ്. റാൻ എന്ന് പറഞ്ഞാൽ ഓടി എന്നാണ് അർത്ഥം, ഫെൽ എന്ന് പറഞ്ഞാൽ വീണു എന്നാണ് അർത്ഥം. രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്. അതായത് പാസ്റ്റിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്, ക്രിയകളാണ് ഫെല്ല് അല്ലെങ്കിൽ എന്താ റാൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് കുട്ടി എന്ത് ചെയ്യാണ്, ഓർത്ത് വെച്ചിട്ട് നമ്മളോട് വന്ന് പറയാണ്. ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുട്ടി വീണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കുട്ടി ഓടിയെന്ന് വിചാരിക്കാം. ഓക്കെ, കളി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മയോട് പറയണം, അമ്മ ഞാൻ കളിക്കുന്നതിനിടയിൽ ഞാൻ വീണു, അല്ലെങ്കിൽ കളിക്കുന്നതിനിടയിൽ ഞാൻ ഓടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി ഓർത്തു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളോട് പറയാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നത് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് ഒരു പടം എങ്ങനെ വരയ്ക്കാം, എന്തൊക്കെ കളറുകളാണ് അതിന് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ആനയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ കുട്ടി ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് അത് ഇമാജിൻ ചെയ്ത് അതെന്ത് ചെയ്യും, വരയ്ക്കും. എന്നിട്ട് അതിന് ഇന്ന കളറാണെന്നും കൂടി എന്ത് ചെയ്യാം, കുട്ടിക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. ബ്ലാക്ക് കളറാണ്, അപ്പൊ ആ ബ്ലാക്ക് കളർ കുട്ടി ആ ഒരു പിക്ചറിന് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അനിമൽസ്, അതുപോലെ തന്നെ എന്താണ് വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി ലിസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അതായത് ഇപ്പൊ ഒരു പട്ടിയെയോ പൂച്ചയെയോ അല്ലെങ്കിൽ എന്താ പറയാ പശുവിനെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാല് അത് ആനിമൽസ് ആണെന്ന് കുട്ടി ലിസ്റ്റ് ചെയ്യുന്നു. അത് ആനിമൽസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണെന്ന് കുട്ടി ലിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വെഹിക്കിൾസ്, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാറ്, ബൈക്ക്, JCB, ബസ്,
ഓട്ടോറിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വാഹനങ്ങൾ വെഹിക്കിൾസിൽ വരുന്നതാണെന്ന് കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ കുട്ടി ലിസ്റ്റ് ചെയ്യുന്നതിന് കേട്ടോ. ഇനി എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം, അതായത് വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് കുട്ടി ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോ കുട്ടിക്ക് എന്താ പറയാ, നമ്മള് ബിരിയാണി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ബിരിയാണി കൊടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോ കുട്ടിയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിനക്ക് ഇത് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ചില കുട്ടികൾക്ക് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അവരോട് ഇത് ചോദിച്ചു കഴിയുമ്പോൾ കുട്ടി എന്താണ് നിനക്ക് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് പറ്റുന്നു. ചില കുട്ടികൾക്ക് എന്താ പറയാ, ചിലവരത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. എന്നിട്ട് ഇപ്പോ ബിരിയാണി ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ എനിക്ക് അതിന്റെ മണം ഇഷ്ടമല്ല, സ്മെൽ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്റെ കളർ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ എന്താണ് അവര് സ്പെസിഫൈ ചെയ്ത് നമ്മളോട് പറയാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന ഏത് ഏജിലാണ്? ഈ ഒരു 4 to 5 years വരെയുള്ള ഏജിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മിസ്. നിങ്ങൾക്ക് നാളെ നിങ്ങൾ നാളെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് വരണം. അതായത് നമ്മളിപ്പോ ഇപ്പോ നമ്മൾ ഇന്നും കൂടി എന്താണ് ഈ ഒരു ഏജ് പീരീഡ്, ആ ഒരു സ്റ്റേജ് ഇന്നും കൂടി തീരും 5 years വരെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില അഡീഷണൽ കാര്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകൾ എന്തൊക്കെയാണ്, അതായത് ഈ ഒരു സ്റ്റേജിലൂടെ ഇപ്പോ ജനനം തുടങ്ങി ഒരു 5 years വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ലാംഗ്വേജസ് ആണ് ആ ഒരു പ്രായത്തിൽ ഉപയോഗിച്ചിരുന്നത്, അവരുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ഇനി ഇപ്പൊ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാനൊക്കെ സാധിച്ചില്ലെങ്കിൽ എന്താണ്, അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊന്ന് എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക എങ്ങനെയായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നാളെ നോട്ട് ചെയ്തിട്ട് വരിക. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? യെസ് മിസ്. ആ, നിങ്ങള് മാത്രം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുള്ള ടോപ്സ്റ്റ് വേറെ ബാച്ച് ഉണ്ട്. ആ ബാച്ചിലെ പിള്ളേരുടെ സംസാരം ഇതാക്കണം. അതായത് അവർക്ക് ധാരാളം പറയാനായിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അതാണ് എനിക്ക് അതിശയം. നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേന്ന്? ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക്? അതായത് കുറെ കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? അതെങ്ങനെയാ എസ്റ്റർ? യെസ് മിസ്. എന്താ പറയാനില്ലാത്തെ? മിസ് തരുന്ന വർക്ക് അസൈൻമെന്റ് പറഞ്ഞ് വേറെ ചാർട്ടിൽ ചെയ്യാനാ? അതായത് നാളെ ഇത് നോട്ടിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അഡീഷണൽ ആയിട്ട്. അഡീഷണൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ധാരാളം കാര്യങ്ങളുണ്ട് അതായത് കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ അധികം മിസ് പറയാത്ത കാര്യങ്ങളായതുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങൾ, അതായത് എനിക്കറിയാത്ത കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്, അതിന് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നിങ്ങളൊന്നും പറയുന്നില്ല ഈ ക്ലാസ്സിൽ. ശരിക്കും പറഞ്ഞ ക്ലാസ് പെട്ടെന്ന് തീർന്നു. ഇപ്പൊ 2 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു തീർന്നു. പക്ഷെ അങ്ങനെയല്ല ഈ ക്ലാസ് തീരേണ്ടത്. ഒരാഴ്ചയൊക്കെ എടുത്തിട്ടാണ്. കാരണം നിങ്ങൾക്കും പറയാനുണ്ടാവും, എനിക്കും പറയാനുണ്ടാവും. കാരണം നിങ്ങളും പറയുമ്പോൾ ഞാനും കുറച്ചുകൂടി അങ്ങോട്ട് പറയും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു എന്താ പറയാ, ഒരു കോൺവെർസേഷൻ പോലെയാണ് ഇത് പോകേണ്ടത്. പക്ഷെ നിങ്ങളൊന്നും മിണ്ടുന്നില്ല കാര്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നാളെ ഇതിനെ കുറിച്ചിട്ടൊന്ന് എഴുതിയിട്ട് വരാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടായിട്ട് ഞാൻ പറയിപ്പിക്കാം എന്തൊക്കെയാണെന്ന്. കാരണം നമ്മൾ മോണ്ടിസോറിയുടെ കോഴ്സാണ് പഠിക്കുന്നതേ. ഓക്കെ, നമ്മൾ സാധാരണ കോഴ്സ് അല്ല പഠിക്കുന്നത്. നിങ്ങളാണ് ഇതിനകത്ത് ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? മനസ്സിലാവുന്നുണ്ട്. ആ, ഇത് ഞാൻ ഒരാള് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് ട്രെയിനിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കുമ്പോഴോ നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല, ഇല്ലേ? അതെ അതെ. ഇത് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന് ആവശ്യം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ ടീച്ചർമാരാവേണ്ടല്ലേ? എന്താ ആവശ്യം? എന്താ വേണ്ടത് അവർക്ക്? കൂടുതൽ ഓരോ കാര്യങ്ങളെ പറ്റി ഷെയർ ചെയ്യാന്നുള്ളത്. അതാണോ? എന്താ വേണ്ടേ? 1 വർഷം കൊണ്ട് നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? അതിനകത്ത് ആദ്യം എന്താ ഉണ്ടാവുക?
നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാല് വല്ലതും നടക്കോ? എസ്റ്റർ എല്ലാം നടക്കോ? ഇല്ല മിസ്. നിങ്ങൾ പറയണം, എക്സ്പീരിയൻസ് വേണം, അതാണ് വേണ്ടത് കേട്ടോ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്ന് നല്ല കോൺഫിഡന്റോടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതായത് ഞാൻ എല്ലാവരോട്, നിങ്ങളോട് മാത്രമല്ല ബാക്കി എല്ലാ പിള്ളേരോടും പറയുന്നതാണ്, നമുക്ക് ദൈവം ഒരു ടാലന്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ടാലന്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? അതിനു വേണ്ടി കഷ്ടപ്പെടണം. ഓക്കെ, ഇപ്പോ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും നമ്മുടെ ടാലന്റ്, നമ്മുടെ കഴിവിരിക്കുന്നത്, അല്ലെ? ഇത് പലർക്കും മനസ്സിലാവണം എന്നില്ല. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റ് ജോബിന് വേണ്ടി പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്നറിയോ? അവരും ഇതുപോലെ തന്നെയാണ്, വന്നിരിക്കും, ഒരു വലിയ ക്ലാസ് റൂം ആയിരിക്കും, വന്നിരിക്കും, ക്ലാസ് എടുക്കും, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും. ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഡൗട്ട് ഒന്നും ഇല്ല, പക്ക ക്ലിയർ ആണ് മിസ് എന്ന് പറയും. പക്ഷെ എന്താ, അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറയും, നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ, എന്തെങ്കിലും ഇങ്ങോട്ടും പറയണം. കാരണം എന്താ, എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോ ഗവൺമെന്റ് ജോലി പഠിക്കാൻ പോകുന്ന അങ്ങനെ പഠിപ്പിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാല് അവരൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് ചെന്നിരിക്കുന്നത്, അല്ലെ? അവര് വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാല് അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കോ? ഇല്ല. ചില ആളുകളുടെ ചില വിചാരമുണ്ട്, കാരണം ഇങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് വെറുതെ അവിടെ ചെന്ന് വിട്ടിട്ട് എന്താണ്, തിരിച്ച് വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ ചെന്നാൽ മതി, ഒന്നാം തീയതി എന്ത് ചെയ്യും, പൈസ കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പാടെ അതൊക്കെ മാറി, മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. അതായത് നമ്മ എന്ത് ജോലി ചെയ്യുമ്പോഴും ആക്റ്റീവായിട്ട് കോൺഫിഡൻസോട് കൂടി ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിനകത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അതെന്ത് ജോലിയാണെങ്കിലും, ഇപ്പൊ ടീച്ചർമാരുടെ ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ സാധാ ഒരു കൂലിപ്പണിക്ക് നമ്മൾ പോയാലും എന്താണ്, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ എന്ത് ചെയ്യും, അവിടെ തന്നെ നമ്മൾ കിടക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾക്ക് അതായത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് പറയാം, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാനല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഞാൻ പിള്ളേരോട് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾക്കൊന്നും പറയാനില്ലേ, ഞാനൊരു ഭീകര ജീവിയാണോ കണ്ടിട്ട് തോന്നുന്നു, ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ചിലവരൊന്നും മിണ്ടില്ല, ചിലരൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. ബോയ്സ് ഒക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, നമ്മളോട് ഇന്ററാക്ട് ചെയ്യും, കൂടുതൽ തമാശയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളോട് പറയും. പക്ഷെ ഗേൾസ് എന്ത് ചെയ്യില്ല, അധികം മിണ്ടില്ല. കൂടുതൽ എന്താ പ്രശ്നം എന്നറിയോ, അവർക്ക് എന്താ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള ഒരു പേടിയാണ്. പക്ഷെ നമ്മുടെ ഈ കോഴ്സിൽ അതൊന്നും വരുന്നില്ല കേട്ടോ, ക്വസ്റ്റ്യൻ ഇല്ല. നമ്മൾ എന്താണ്, കാര്യങ്ങൾ കൂടുതൽ എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ എന്ത് ചെയ്യാണ്, അന്യോന്യം ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ പൊട്ടത്തരായിരിക്കാം പറയുന്നത്, പക്ഷെ അത് സാരില്ല, ചിലപ്പോ നമ്മുടെ ഇതിനകത്ത് ഉപകാരപ്പെട്ടേക്കാം. ആ പൊട്ടത്തരം ചിലപ്പോ എന്താണ്, നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് വന്നേക്കാം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതൽ ഓർത്തിരിക്കാനൊക്കെ സാധിക്കും. അപ്പോ ഇപ്പൊ ഞാൻ പറയാണ്, ഇനിയുള്ള ക്ലാസ്സുകളിൽ എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പറയുമ്പോൾ അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, പറയാനായിട്ട് ശ്രമിക്കണം. എന്നാലേ നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, മുമ്പോട്ട് പോവുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് മിസ്സേ. ക്ലിയർ ആണ് മിസ്സേ, എല്ലാവരും കേട്ടോ? മിസ് ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങള് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ പൊട്ടത്തരം അറിയാതെ പറഞ്ഞു, മിസ് ചിരിക്കുമെന്ന് ഓർത്തൊന്നും മിണ്ടാത്തെ. എന്റെ ദൈവം, ഞാൻ അങ്ങനെ ചിരിക്കുകയും കൂടി ഇല്ല, ഞാൻ എന്തിനാ ചിരിക്കുന്നേ? നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെ ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ചില സമയത്തൊക്കെ പൊട്ടത്തരൊക്കെ പറയാറുണ്ട്, ചില പൊട്ടത്തരം കാണിക്കാറുണ്ട്. അത് നമ്മൾ മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ് കേട്ടോ. അതൊന്നും പ്രശ്നമൊന്നുമില്ല, ആർക്കും അബദ്ധം പറ്റാം. പക്ഷെ എന്ത് ചെയ്യരുത്, നമ്മളിങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പാടില്ല, ആക്റ്റീവ് ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ക്ലാസ് എടുക്കുന്നവർക്ക് അതാണ് ഇൻട്രസ്റ്റ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ്. നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന പിള്ളേരെന്നല്ല പറയുന്നത്, ഞാൻ ചോദിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ അനങ്ങുന്നത്. അതാണ് എനിക്കൊരു വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുന്നത്. ഞാൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങളൊന്നും മിണ്ടില്ല. പക്ഷെ മറ്റു ചില കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് പറയാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും. ക്ലാസ്സിൽ തീരില്ല, ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ 7:30 കഴിഞ്ഞാൽ അവരുടെ വർത്താനം നിർത്തില്ല.
അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കോഴ്സ് അങ്ങനെയാണ് പോകേണ്ടത്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. നമ്മുടെ ഇപ്പൊ സാധാരണ PSC അങ്ങനെയുള്ള വേറെ പല കോഴ്സുകളുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് പറയേണ്ടതാണ്. ഓക്കെ, അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താണ് അവർക്ക് ഫലിപ്പിക്കേണ്ടതാണ്. അവർക്ക് ആ ഒരു ഐഡിയ നമുക്ക് അവർക്ക് കൊടുക്കും. പക്ഷെ മോണ്ടിസോറിയുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങളാണ് കൂടുതൽ ഇങ്ങോട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് എന്താണ് നിങ്ങൾ അതിന് പ്രാപ്തരാകണം കൂടുതൽ. കാരണം കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്, ധാരാളം കാര്യങ്ങൾ അവരോട് പറയാനുണ്ട്, അവരുടെ അച്ഛനമ്മമാരോട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം എന്ത് ചെയ്യില്ല, നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മളും എന്ത് ചെയ്യണം, ഇത് പറഞ്ഞ് എക്സ്പീരിയൻസ് ആയിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയി. ആ മാം അതെ. അപ്പോ നാളെ എന്ത് ചെയ്യാ, ഇതുമായിട്ട് പറയാം കേട്ടോ, എഴുതിക്കൊണ്ടുവരിക. ഞങ്ങൾ അടുത്ത ക്ലാസ് തൊട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കാം മിസ്. നിങ്ങൾ ആക്റ്റീവായിട്ട് സംസാരിക്കും. ജിഷ മിസ് പറയാറില്ലേ നിങ്ങളോട് സംസാരിക്കാൻ? മിസ് പറയാറില്ലേ? സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് അങ്ങനെ ഇല്ലല്ലോ. മിസ്സല്ലേ, എന്താ? മിസ്സിന്റെ ക്ലാസ് ഇപ്പൊ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, കുറച്ച് ദിവസമായി. മിസ് വരൂ കേട്ടോ, അടുത്തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോളൂ കേട്ടോ. 5 years കേട്ടോ, 5 years എന്ന് മാത്രം കൊടുത്താൽ മതി. മിസ് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 5 പേരില്ലേ, അപ്പം അവരുടെ കോണ്ടാക്ട് നമ്പർ നമുക്കിപ്പോ വാങ്ങുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വാങ്ങിക്കോ. താങ്ക് യു. പ്രശ്നമില്ല കേട്ടോ. ക്ലാസ് ഞാനിത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ, പരസ്പരം അങ്ങോട്ടും പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്നാമത് ഇത് തന്നെ മിസ്, നമ്മൾ ആരും പരസ്പരം പരിചയപ്പെട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാൻ വേണ്ടി തോന്നുന്നില്ല. ക്ലാസ്സിൽ ആരും അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് മിസ് ചോദിക്കുമ്പോൾ ചോദിച്ചതിന് മാത്രം ആൻസർ പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. ഒന്നാമത് അതായിരിക്കും. നമ്മളെ പരസ്പരം ഇത് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. വേറൊരു ബാച്ചിലെ പിള്ളേരൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ടോ? അപ്പോ ഞാനതാണ് ചോദിച്ചത്, നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് അല്ലേ? ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇനി തുടങ്ങി അങ്ങനെ പാടില്ല. എല്ലാവരും പരസ്പരം എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുത്തോളൂ. അണ്ടർസ്റ്റാൻഡ്സ് ടൈം സീക്വൻസസ് ജസ്റ്റ് ഒരു മിനിറ്റ്, ചുമ വരുന്നുണ്ട്. ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. റിജോ വന്നേ, ഒന്ന് ഷെയർ ചെയ്തേടാ. ഒരെണ്ണം കൂടെ ഉള്ളൂ, ചുമ വന്നില്ല. മിസ് ഷെയർ ചെയ്യുന്ന സമയത്തേക്ക് ഞങ്ങള് നമ്പർ ചോദിക്കട്ടെ? ചോദിച്ചു. എന്ന നമ്പർ പറയാവോ? നമ്മളെ ഗ്രൂപ്പില്ലേ, അതില് പേര് ടൈപ്പ് ചെയ്തിട്ടാല് നമ്പർ കിട്ടൂലേ? ആ ഗ്രൂപ്പില് നോക്കിയാൽ ആരാ പേരും കാണുന്നില്ലേനു, നമ്പർ കിട്ടാൻ വേണ്ടിട്ട് ക്ലാസ്സിൽ കേറുന്ന. അതെ നല്ലതല്ലേ, ഗ്രൂപ്പിൽ പേര് ടൈപ്പ് ചെയ്തിട്ടാ പോയി. പക്ഷെ ഇത് ലൈവ് അല്ലേ, അപ്പൊ യൂട്യൂബിലില്ലേ? യൂട്യൂബിലിടും കേട്ടോ. നമ്പർ അങ്ങനെ പറയുമ്പോ അത് റെക്കോർഡ് ആയോണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഗ്രൂപ്പില് പേര് ടൈപ്പ് ചെയ്തിട്ടാ മതി, അന്ന് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാലോ. പക്ഷെ ഗ്രൂപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല, അവർ ക്ലോസ് ചെയ്തിട്ടതാ. അത് അഡ്മിൻസ് ഓൺലിയാ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കെന്നാ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ, അതിലെ നമ്പറൊക്കെ എടുത്ത്. മിസ്സിന്റെ അഭിപ്രായം എന്താ? നിങ്ങള് അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. എത്ര ഗ്രൂപ്പ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല പരസ്പരം.
നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഇല്ലേ? അതോ പക്ഷെ അഡ്മിന് മാത്രമേ അതിനകത്ത് ടൈപ്പിങ്ങും മെസ്സേജ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും വന്നാൽ അവരെ ആഡ് ചെയ്താൽ മതിയല്ലോ പിന്നീട്. ശരി ശരി വരാത്ത ആളുകളുണ്ടല്ലോ. ഇപ്പൊ ഇത്രയും പേര് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യാം. അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ ആരാ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ആരാ ഒരാള് തീരുമാനിക്കാൻ? ആരാ ക്രിയേറ്റ് ചെയ്യുന്നേ? എസ്റ്റർ തന്നെ ചെയ്തോളൂ എന്നാ. അത് വേണോ മിസ്? അതെന്താ? നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ, പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ആർക്കും കുഴപ്പമില്ലെങ്കിൽ ചെയ്യാം. മറ്റുള്ളവർക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ എസ്റ്റർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണേന്. ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇല്ല മിസ്, എനിക്ക് കുഴപ്പം. ആർക്കും കുഴപ്പമില്ല. അപ്പൊ ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇപ്പം നിലവിലുള്ള ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതിയോ? അത് മതി, അങ്ങനെ ചെയ്താൽ മതി. ശരി. അതിലിപ്പോ കൊറേ പേരില്ലേ? 24 അങ്ങനെ ഏതാണ്ടോ അത്ര ഉണ്ട്. എങ്ങനെയാ അറിയുന്നേ ആരുടെ നമ്പർ വന്ന്? എസ്റ്ററിന്റെ ഫോണില് അയക്കാൻ പറ്റും. അത് എസ്റ്ററിന്റെ നമ്പർ ഒന്ന് ഇവർക്കൊന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുക ചെയ്യുക. അപ്പൊ അവർക്ക് അയച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും നിങ്ങൾ കേട്ടോ. ഞാനിപ്പോ ഫേമസ് ആകുമോ? അങ്ങനെയല്ല, ഇതിപ്പോ അല്ല, നമുക്ക് ആ ആളെ വെച്ച് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമുക്ക് പേര് ടൈപ്പ് ചെയ്തിട്ടാ മതിയല്ലോ. ഇതിൽ കേറിയ ആൾക്ക് അറിയാലോ, നമുക്കറിയാലോ. അന്നേരം നമുക്ക് നമ്മളെ പേര് ടൈപ്പ് ചെയ്തിട്ടുമ്പോ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അതിൽ നോക്കിയിട്ട് ചെയ്യാം. DP പറഞ്ഞ എന്താ ലാസ്റ്റ് നമ്പർ ആയിട്ട് പറഞ്ഞു തന്നാൽ മതി. അല്ലെങ്കിൽ ഫുൾ നമ്പർ പറഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെങ്കിൽ ലാസ്റ്റ് നമ്പർ പറഞ്ഞു തന്നാൽ മതിയല്ലോ. ലാസ്റ്റ് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ. അന്ന് കുറച്ചാള് മാത്രം കേറ്റുമ്പോ അതും ഒരു പ്രശ്നാവൂലേ? ഓക്കെ. അപ്പൊ ഇവിടെ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് എഴുതിയിട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കുക. പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ മിസ്. ഇപ്പോഴും കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ടല്ലോ. രമ്യൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എസ്റ്ററിനാണ് കാണാത്ത അല്ലേ? എസ്റ്റർ കട്ടാക്കിയിട്ട് ഒന്നും കൂടി കയറ്. ലെഫ്റ്റ് ചെയ്തിട്ടേ ഒന്നും കൂടി കയറ്. ഇപ്പൊ കാണാം മിസ്, ഇപ്പൊ കാണാം. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. കഴിഞ്ഞല്ലേ? ഓക്കെ. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ നാളെ പറയാം കേട്ടോ. ഇനി നമ്മൾ സ്ലൈഡിലേക്കാണ് നാളെ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ PDF ഉണ്ടല്ലോ, പ്രിന്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് കിടക്കും കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത കാരണം അത് വായിക്കുമ്പോ എന്താണ് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്പറിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. ഗ്രൂപ്പിന്റെ കാര്യങ്ങള്
എന്താ ചെയ്യുന്നേ? മിസ് എന്റെ നമ്പറിന്റെ ലാസ്റ്റ് 4 നമ്പർ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. അപ്പൊ ബാക്കിയുള്ളവര് നോട്ട് ചെയ്തോളൂ. അത് പറഞ്ഞോളൂ. എസ്റ്ററിന്റെ 4 3638. നമ്പർ കേട്ടോ. 3638 കേട്ടോ. എസ്റ്ററിന്റെ ലാസ്റ്റ് 4 നമ്പർ. ഓക്കെ, നോട്ട് ചെയ്തോ എല്ലാവരും? നോട്ട് ചെയ്ത്. എന്നിട്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യാ, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാ കേട്ടോ. ഓക്കെ, ക്ലാസ് എടുക്കാറ് എന്താ ഓഫീസിൽ നിന്നാണോ ചോദിക്കുക? എന്താ നമ്മൾ ക്ലിയർ ആയില്ല കേട്ടോ പറഞ്ഞത്. മാം ക്ലാസ് എടുക്കാറ് ഓഫീസിൽ നിന്നാണോന്ന്? അതെ അതെ അതെ, ഞാൻ ഇവിടെ ഓഫീസിൽ വന്നിട്ടാണ് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കഴിഞ്ഞ ദിവസം മിസ്സിന് എന്താ വയ്യായികയാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ശ്വാസമുട്ടിന്റെ പ്രശ്നമുണ്ട്, ആസ്മയുടെ പ്രശ്നമുള്ള ആളാണ്. ഞാനിട്ട് പറഞ്ഞല്ലോ. അപ്പൊ ഷാമിസിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് മാത്രമല്ല, വേറെ പുറത്തൊക്കെ ഞാൻ ധാരാളം ക്ലാസ് എടുക്കുന്നതാണ്. അപ്പൊ എല്ലാരും കൂടെ ഓവർലോഡ് വന്നപ്പോ കുറച്ച് പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ല. സൗണ്ട് ഇടയ്ക്ക് പോകുന്നു. അരമണിക്കൂർ ക്ലാസ് എടുത്ത് കഴിയുമ്പോ തൊണ്ടയ്ക്ക് പ്രശ്നം വരുന്നു. ഇപ്പൊ ഡോക്ടറെ കണ്ടിട്ടാണ് വന്നത് ഇപ്പൊ നേരെ ഇങ്ങോട്ട്. അപ്പൊ അതാണ് ഉണ്ടാവാതിരുന്നത്, 2 ദിവസം ഉണ്ടാവാതിരുന്നത്. ഇപ്പോഴും കുഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? എന്താ? കുഞ്ഞു മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ കൊറേ? നഴ്സറി പിള്ളേരെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. പോയിട്ടുണ്ട്. മുമ്പ് പോയിട്ടുണ്ട്. കുറെ വർഷമായി. ഇപ്പോ ഈ ഒരു ഇതില് നടക്കുക ഇങ്ങനെയുള്ള, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ, പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞേ. അതായത് ഓരോ കുട്ടികളെയും നമുക്ക് അറിയാലോ, ആക്റ്റീവ് എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുറച്ചും കൂടി ആക്റ്റീവ് ആവണം, മിണ്ടാതിരിക്കാൻ പാടില്ല. അതായത് ഏത് സമയം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, അത് നമ്മൾ പറയണം. ഓക്കെ, അതായത് ചില കുട്ടികളൊന്നും എന്ത് ചെയ്യില്ല, പറയില്ല. അങ്ങനെ പറയാതിരുന്നിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. അവർ അവിടെ തന്നെ ഇരിക്കലുണ്ടാവുള്ളൂ. നമ്മളുടേതായപ്പോ അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തിനാ നമ്മൾ മറച്ചു വെക്കുന്നതെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ അല്ലേ ഷെയർ ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ട് എന്ത് ചെയ്യും, അവരായിട്ടുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. നമുക്ക് എന്ത് കാര്യങ്ങൾ എപ്പോ ആണെങ്കിലും ചോദിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, അടുത്ത ക്ലാസ് തുടങ്ങി എന്ത് ചെയ്യാ, ആക്റ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. അരമണിക്കൂർ കഴിയുമ്പോ